സ്ഥാനാർത്ഥി പട്ടിക വൈകിയതിന്റെ ക്ഷീണം മാറ്റി പ്രചാരണത്തിൽ മേൽക്കൈ നേടാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ. പെരുന്നാൾ ദിനത്തിൽ പള്ളികൾ കേന്ദ്രീകരിച്ചും വീടുകൾ സന്ദർശിച്ചും സ്ഥാനാർത്ഥികൾ സജീവമായി. റോഡ് ഷോകൾ സംഘടിപ്പിച്ച് മണ്ഡലത്തിൽ എല്ലായിടത്തും എത്താനാണ് സ്ഥാനാർത്ഥികളുടെ നീക്കം. സ്ഥാനാർത്ഥി പട്ടിക വൈകിയത് കോൺഗ്രസിന്റെ ആദ്യഘട്ട പ്രചാരണങ്ങളുടെ വേഗത കുറച്ചിരുന്നു. ഇത് മറികടക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ താഴത്തങ്ങാടി ജുമാ മസ്ജിദിൽ സന്ദർശനം നടത്തി. ഈ സമൂഹത്തിൽ തന്നെ നല്ല ഐക്യത്തിന്റെ പ്രസരിപ്പുണ്ടാക്കുന്നുണ്ട്. അതിന്റെ കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ടാകും. ശ്രീ അനിൽകുമാറും ഉണ്ടാകും, ഞാനും ഉണ്ടാകും, മറ്റ് സ്ഥാനാർത്ഥികളും ഉണ്ട്, എല്ലാവരും ഉണ്ടാകും. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മനും ഇന്ന് പ്രചാരണത്തിനിറങ്ങി. എന്നെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ 2.5 വർഷം ഇവിടെ പ്രവർത്തനം നടത്തിയതും എന്റെ പിതാവ് ഇവിടെ നടത്തിയ പ്രവർത്തനവും അതൊക്കെ ജനങ്ങൾക്കറിയാം. ഇവിടുത്തെ സാധാരണക്കാരനോടൊപ്പമാണ് ഇത്ര നാളുണ്ടായിരുന്നത്. വൈകി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ഏറ്റുമാനൂരിൽ നാട്ടകം സുരേഷും പ്രചാരണം തുടങ്ങി. കാഞ്ഞിരപ്പള്ളിയിലെ സ്ഥാനാർത്ഥി റോണി കെ ബേബി, പൂഞ്ഞാറിൽ മത്സരിക്കുന്ന സജി ജോസഫ് എന്നിവരും കളം നിറഞ്ഞു. കുണ്ടറയിൽ കഴിഞ്ഞ 5 വർഷം ചെയ്ത വികസന പ്രവർത്തനം വോട്ടായി മാറുമെന്ന് PC വിഷ്ണുനാഥിന്റെ പ്രതീക്ഷ. 5 വർഷം മുമ്പ് ഒരു പുതിയ ആളായിരുന്നു ഞാനിവിടെ. ഇപ്പൊ ഞാൻ ഇവിടുത്തെ എല്ലാവരും വീട്ടിലെ ഒരാളാണ്. അപ്പൊ എനിക്ക് അവരെല്ലാം എന്നെ കരുതുന്നത് അവരുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ്. ആ ഒരു ആനുകൂല്യം എനിക്കുണ്ട്. ഇത്തവണ ചാത്തന്നൂരിൽ UDF മുന്നേറ്റമുണ്ടാക്കുമെന്ന് സൂരജ് രവി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. വടക്കാഞ്ചേരിയിൽ PN വൈശാഖ് രാവിലെ പ്രചാരണത്തിനിറങ്ങി. വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളും കുടുംബയോഗങ്ങളും മറ്റുമായി മണ്ഡലത്തിൽ കളം നിറയാനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ശ്രമം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ജോസി ബാബു, മീഡിയ 1, കോട്ടയം.